ആരെന്നപ്പിട പോലെ കുണുങ്ങി നീ നടക്കും, ആരളിപ്പോ മിഴിക്കൊണ്ട് കവിതകൾ കുറിക്കും, അതു കണ്ടൻ മനസ്സാകെ പത പത പതയ്ക്കും. കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളകെ കനലാട്ടം, പെണ്ണെ അടി വെച്ച് കുഴഞ്ഞടി അരികെ നീ അടുക്കുമ്പോൾ അകതരിൽ മിന്നാട്ടം, മനുഷ്യനെ കറക്കണ വിളയാട്ടം. +2 വരെ ഞാൻ പാടി. പിന്നെ +2 കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ പാട്ടിന്റെ വഴി വിട്ടു. പക്ഷെ ഇവർക്കൊക്കെ ഇഷ്ടമായിരുന്നു പാട്ട്, അവിടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കായാലും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ പോയില്ല. പിന്നെ മോനുണ്ടായി, മോൻ അറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടിയതാ. അത് പാടി ഞാൻ റെക്കോർഡ് ചെയ്ത് വെറുതെ നമ്മൾ വാട്സപ്പിൽ ഒന്ന് സ്റ്റാറ്റസ് ഇട്ടു. സ്റ്റാറ്റസ് ഇട്ടപ്പോ അത് കുറെ ആൾക്കാർക്ക് ഇഷ്ടമായി. കൽബും കൊതിക്കും മെഹബൂബിനെയും നിന്റെ കിനാവിലും നിങ്കിലും കാണാൻ, കണ്ണീർ നനവറിയുന്ന നാദാനി കേൾക്കണേ, എൻ കൽബിലെ ആശ തീർക്കണേ, ദുനിയാവണയും മുൻപെത്തിക്കണേ. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മമ്പാട് എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ഫാമിലിയാണ്, ഒരു പാട്ട് ഫാമിലിയാണ് കേട്ടോ. അതായത് കഴിവുണ്ടായിട്ടും എവിടെയും എത്താത്ത അല്ലെങ്കിൽ ആരും അറിയാത്ത കുറേ ആൾക്കാരെ തപ്പിയുള്ള യാത്രയിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ മമ്പാടാണ് കേട്ടോ. അപ്പോൾ നമ്മളറിയാം, ഈ കല എന്ന് പറയുന്നത് പഠിച്ചിട്ട് വീട്ടിൽ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല, അത് പുറത്തെത്തിച്ചാലേ അതിനൊരു വാല്യൂ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ എന്താണെന്നുള്ളത്, ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കൂടി നമ്മളിന്ന് അറിയാൻ വേണ്ടി പോവാണ്. കാരണം ഈ കുട്ടിയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ ഉണ്ട്. ഹലോ. ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ തപ്പിയുള്ള യാത്രയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുക, വീഡിയോക്ക് താഴെ നമ്പർ ഉണ്ടാവും. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ അവരെ എന്നിലേക്ക് എത്തിക്കുക, നമുക്ക് എന്തായാലും അവരെ പുറലോകത്ത് എത്തിക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ആ ഫാമിലിയുടെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ അവരുണ്ട്, നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹായ്, അസ്സലാമു അലൈക്കും. സുഖല്ലേ? എന്താ സന്തോഷമില്ലാത്ത? ഓക്കെ, വിളിച്ചപ്പോൾ നല്ല സന്തോഷമായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പാടാൻ വേണ്ടി പോകുന്നത് നമ്മളല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഹസ്ബൻഡ് അല്ലേ? രണ്ടുപേരും നല്ല മാച്ചാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ വീഡിയോക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുബഷിർ അല്ലേ, പാണ്ടിക്കാട് പോകിലെ മുബഷിറാണ് നമുക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നല്ല അടിപൊളി കലാകാരിയാണ്, നല്ല കഴിവുണ്ട്. പക്ഷെ എവിടെ എത്തിയിട്ടില്ല വെച്ചാൽ വലിയ സ്റ്റേജൊന്നും പങ്കിട്ടിട്ടില്ല അല്ലേ? അപ്പോൾ എന്താ നമുക്ക് നോക്കാം അല്ലേ, ഇന്നത്തെ ഇദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണെന്നൊക്കെ നോക്കാം. മാപ്പിളപ്പാട്ടാണോ, ഏത് പാട്ടാണോ ഒന്ന് പാടുന്നേ അല്ലേ? ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വിശേഷമൊക്കെ? നല്ല വിശേഷം. ഓക്കെ, അപ്പം വൈഫ് നല്ല അടിപൊളി പാട്ടുകാരിയാണ് അല്ലേ? അപ്പോൾ ഈ പാട്ടായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കണ്ട? തീർച്ചയായും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതാണ് കാണുന്നത് അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഇന്ന് ഇവരുടെ കുറച്ച് വിശേഷങ്ങളും ഇവിടെ കുറച്ച് ഫാമിലി വിശേഷങ്ങളും പാട്ടുകളാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ ആരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ കാണണ്ട. അതോടൊപ്പം തന്നെ ഇവരുടെ കുറച്ച് വിശേഷങ്ങൾ അല്ലേ? ഓക്കെ അല്ലേ? പേര് പറഞ്ഞില്ല. ഷംന, ഫുൾ നെയിം ഷംന ശരി. ഓക്കെ, ഇവിടെ ഷമീം എന്ത് ചെയ്യുന്നു? ഞാൻ എറണാകുളത്ത് അക്കൗണ്ടന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കലാകാരിയെ കൈ കിട്ടിയിട്ടും എന്തുകൊണ്ട് പുറലോകത്ത് എത്തിച്ചില്ല അതിനു മുമ്പേ? അന്ന് പല പല തിരക്കുകളിൽ പെട്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല, കൊച്ചിയിലായിരിക്കും കൂടുതൽ ആ ഒരു പ്രശ്നം കാരണം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഷംന എന്ന് പറഞ്ഞ ഈ പാട്ടുകാരി പാട്ടിന്റെ വഴിയിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? പാട്ടിന്റെ വഴിയിലേക്ക് വന്നിട്ട് 2021 ഞാൻ തുടങ്ങുന്നത് പാട്ട് പാടാൻ. അതായത് പബ്ലിക്കായിട്ട് പാടാൻ. അതിന് മുന്നേ ഇല്ലായിരുന്നോ? അതിന് മുൻപേ സ്കൂളിൽ പാടിയിട്ടുണ്ട്, പക്ഷേ പുറം ലോകത്തെത്തുന്നത് അങ്ങനെ എത്തുന്നത് 2021. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലൊക്കെ കാണാറില്ലേ? ഓ, കാണാറുണ്ട്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളെ പോലത്തെ ആൾക്കാര് കുറെ മുൻപന്തിയിൽ എത്താത്ത ആൾക്കാരുണ്ട്, ഓരോ കഴിവുണ്ടായിട്ടും പുറത്തു വരാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങളെ ചാനലിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ആൾക്കാരെ കണ്ടത്. മറ്റേതൊക്കെ വേറെ ചാനലുകാരൊക്കെ വൈറലായിട്ടുള്ള ആൾക്കാരെ മാത്രം തേടിപ്പോണ ഒരു കാലഘട്ടമാണ്. പക്ഷേ നിങ്ങളെ ചാനൽ എന്ന് പറയുന്നത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനത്തെ ആൾക്കാരെ കൂടുതലായിട്ട് അന്നേ ഞാൻ വിചാരിക്കും ഇന്നൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നെങ്കിൽ അങ്ങനെ ഞാൻ കരുതലുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു ടൈം ആയത്. മുബഷിറാത്താനെ ഞാൻ പാടാൻ തുടങ്ങിയ മുതലേ എനിക്ക് അസീസ് കാരായ പറഞ്ഞ ഒരാളുണ്ട്. അപ്പൊ അയാള് വഴിയാണ് മുബഷിറാത്താനെ എനിക്ക് കിട്ടുന്നത്.
പിന്നെ നമ്മൾ ഈ വൈറലാവാൻ ചെറിയൊരു വൈറലായിട്ടുണ്ടല്ലോ അല്ലേ? ചെറുതായിട്ട് യാദൃശ്ചികം. അതെങ്ങനെയാ പറയാൻ പറ്റുമോ? പാട്ടിന്റെ തുടക്കം എന്ന് പറയുന്നത് 4ാം ക്ലാസ് മുതൽ ഞാൻ പാടും. അന്ന് എന്റെ എന്റെ ടീച്ചറാണ് ജിഷ ടീച്ചർ. ടീച്ചർക്ക് പിന്നെ ഓർമ്മ ഉണ്ടോന്നൊന്നും അറിയില്ല എനിക്ക്. ആക്ച്വലി ഞാൻ ആ ടീച്ചർ ഇതുവരെ മറന്നിട്ടില്ല. പിന്നെ അതങ്ങനെ +2 വരെ ഞാൻ പാടി. പിന്നെ +2 കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ പാട്ടിന്റെ വഴി വിട്ടു. പക്ഷെ ഇവർക്കൊക്കെ ഇഷ്ടമായിരുന്നു പാട്ട്. അവിടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കായാലും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ പോയില്ല. പിന്നെ മോനുണ്ടായി. മോൻ അറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടിയതാ. അത് പാടി ഞാൻ റെക്കോർഡ് ചെയ്ത് വെറുതെ നമ്മൾ വാട്സപ്പിൽ ഒന്ന് സ്റ്റാറ്റസ് ഇട്ടു. സ്റ്റാറ്റസ് ഇട്ടപ്പോ അത് കുറെ ആൾക്കാർക്ക് ഇഷ്ടമായി. കുറെ കാലത്തിന് ശേഷം എന്റെ പാട്ട് കേൾക്കുകയാണ് അവര്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി. അത് വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് അങ്ങനെ ഷെയർ ചെയ്ത് നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എല്ലാരും കണ്ടു. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് എത്തിയത്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യലും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ചാനലിൽ 5 ലക്ഷം ഫോളോവേഴ്സ് ഇന്നലെ തികഞ്ഞതാണ്. അപ്പോൾ അതിന്റെ സ്പെഷ്യൽ വീഡിയോ കൂടിയാണ്. അപ്പൊ ഒരു സ്പെഷ്യൽ പാട്ടും കൂടെ ആയിക്കോട്ടെ അല്ലേ? കണ്ണുറങ്ങ് കൽബുറങ്ങ് കനിവിൻ്റെ കടലാം പൊന്നുറങ്ങ്. കണ്ണുറങ്ങ് കൽബുറങ്ങ് കനിവിൻ്റെ കടലാം പൊന്നുറങ്ങ്. കണ്ണിൻ്റെ കുളിരല്ലേ കരളിൻ്റെ പൊരുളല്ലേ കനകക്കനിയല്ലേ കൺമണിത്തേനല്ലേ കരുണാമയൻ തന്ന കാതലല്ലേ കാലത്തിൻ കനവായി കോർത്തിടില്ലേ. കണ്ണുറങ്ങ് കൽബുറങ്ങ് കനിവിൻ്റെ കടലാം പൊന്നുറങ്ങ്. ഈ പാട്ടായിരുന്നല്ലേ? സംഗതി കേൾക്കുമ്പോ നല്ല സുഖമുണ്ട്. ആരും ഉറങ്ങിപ്പോലെ ഉറങ്ങിയോ? ഓക്കെ. ആരെന്നപ്പിട പോലെ കുണുങ്ങി നീ നടക്കും. ആരളിപ്പോ മിഴിക്കൊണ്ട് കവിതകൾ കുറിക്കും. അതു കണ്ടൻ മനസ്സാകെ പതയ്ക്കും. കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളകെ കനലാട്ടം. പെണ്ണെ അടി വെച്ച് കുഴഞ്ഞടി അരികെ നീ അടുക്കുമ്പോൾ അകതരിൽ മിന്നാട്ടം. മനുഷ്യനെ കറക്കണ വിളയാട്ടം. +2 വരെ ഞാൻ പാടി. പിന്നെ +2 കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ പാട്ടിന്റെ വഴി വിട്ടു. പക്ഷെ ഇവർക്കൊക്കെ ഇഷ്ടമായിരുന്നു പാട്ട്. അവിടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കായാലും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ പോയില്ല. പിന്നെ മോനുണ്ടായി. മോൻ അറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടിയതാ. അത് പാടി ഞാൻ റെക്കോർഡ് ചെയ്ത് വെറുതെ നമ്മൾ വാട്സപ്പിൽ ഒന്ന് സ്റ്റാറ്റസ് ഇട്ടു. സ്റ്റാറ്റസ് ഇട്ടപ്പോ അത് കുറെ ആൾക്കാർക്ക് ഇഷ്ടമായി. കൽബും കൊതിക്കും മെഹബൂബിനെയും നിന്റെ കിനാവിലും നിങ്കിലും കാണാൻ കണ്ണീർ നനവറിയുന്ന നാദാനി കേൾക്കണേ എൻ കൽബിലെ ആശ തീർക്കണേ. ദുനിയാവണയും മുൻപെത്തിക്കണേ. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മമ്പാട് എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ഫാമിലിയാണ്, ഒരു പാട്ട് ഫാമിലിയാണ് കേട്ടോ. അതായത് കഴിവുണ്ടായിട്ടും എവിടെയും എത്താത്ത അല്ലെങ്കിൽ ആരും അറിയാത്ത കുറേ ആൾക്കാരെ തപ്പിയുള്ള യാത്രയിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ മമ്പാടാണ് കേട്ടോ. അപ്പോൾ നമ്മളറിയാം, ഈ കല എന്ന് പറയുന്നത് പഠിച്ചിട്ട് വീട്ടിൽ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല, അത് പുറത്തെത്തിച്ചാലേ അതിനൊരു വാല്യൂ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ എന്താണെന്നുള്ളത്, ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കൂടി നമ്മളിന്ന് അറിയാൻ വേണ്ടി പോവാണ്. കാരണം ഈ കുട്ടിയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ ഉണ്ട്. ഹലോ. ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ തപ്പിയുള്ള യാത്രയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുക, വീഡിയോക്ക് താഴെ നമ്പർ ഉണ്ടാവും. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ അവർ എന്നിലേക്ക് എത്തിക്കുക, നമുക്ക് എന്തായാലും അവരെ പുറലോകത്ത് എത്തിക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ആ ഫാമിലിയുടെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ അവരുണ്ട്, നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹായ്, അസ്സലാമു അലൈക്കും. സുഖല്ലേ? എന്താ സന്തോഷമില്ലാത്ത? ഓക്കെ, വിളിച്ചപ്പോൾ നല്ല സന്തോഷമായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പാടാൻ വേണ്ടി പോകുന്നത് നമ്മളല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഹസ്ബൻഡ് അല്ലേ? രണ്ടുപേരും നല്ല മാച്ചാട്ടോ.
ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ വീഡിയോക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുബഷിർ അല്ലേ, പാണ്ടിക്കാട് പോകലെ മുബഷിറാണ് നമുക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നല്ല അടിപൊളി കലാകാരിയാണ്, നല്ല കഴിവുണ്ട്. പക്ഷെ എവിടെ എത്തിയിട്ടില്ല വെച്ചാൽ വലിയ സ്റ്റേജൊന്നും പങ്കിട്ടിട്ടില്ല അല്ലേ. അപ്പോൾ എന്താ നമുക്ക് നോക്കാം അല്ലേ ഇന്നത്തെ ഇദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണെന്നൊക്കെ നോക്കാം. മാപ്പിളപ്പാട്ടാണോ, ഏത് പാട്ടാണ് ഒന്ന് പാടുന്നത് അല്ലേ? ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വിശേഷമൊക്കെ? നല്ല വിശേഷം. ഓക്കെ, അപ്പം വൈഫ് ആരെന്നപ്പിട പോലെ കുണുങ്ങി നീ നടക്കും, അരളിപ്പൂ മിഴിക്കൊണ്ട് കവിതകൾ കുറിക്കും, അതു കണ്ടൻ മനസ്സാകെ പത പത പതയ്ക്കും, കരിമിഴിയുടെ നോട്ടം കണ്ടാൽ കരളകെ കനലാട്ടം, പെണ്ണെ അടി വെച്ച് കുഴഞ്ഞടി അരികെ നീ അടുക്കുമ്പോൾ അകതരിൽ മിന്നാട്ടം, മനുഷ്യന് കറക്കണ വിളയാട്ടം. +2 വരെ ഞാൻ പാടി. പിന്നെ +2 കല്യാണം കഴിഞ്ഞ് പിന്നെ ഞാൻ പാട്ടിന്റെ വഴി വിട്ടു. പക്ഷെ ഇവർക്കൊക്കെ ഇഷ്ടമായിരുന്നു പാട്ട്, അവിടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കായാലും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ പോയില്ല. പിന്നെ മോനുണ്ടായി, മോൻ അറക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടിയതാ. അത് പാടി ഞാൻ റെക്കോർഡ് ചെയ്ത് വെറുതെ നമ്മൾ വാട്സപ്പിലൊന്ന് സ്റ്റാറ്റസ് ഇട്ടു. സ്റ്റാറ്റസ് ഇട്ടപ്പോ അത് കുറെ ആൾക്കാർക്ക് ഇഷ്ടമായി. കൽബും കൊതിക്കും മെഹബൂബിനെയും നിന്റെ കിനാവിലും നെങ്കിലും കാണാൻ, കണ്ണീർ നനവറിയുന്ന നാദാനി കേൾക്കണേ, എൻ കൽബിലെ ആശ തീർക്കണേ, ദുനിയാവണയും മുൻപെത്തിക്കണേ. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ മമ്പാടി എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി ഫാമിലിയാണ്, ഒരു പാട്ട് ഫാമിലിയാണ് കേട്ടോ. അതായത് കഴിവുണ്ടായിട്ടും എവിടെയും എത്താത്ത അല്ലെങ്കിൽ ആരും അറിയാത്ത കുറേ ആൾക്കാരെ തപ്പിയുള്ള യാത്രയിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മമ്പാടാണ് കേട്ടോ. അപ്പോൾ നമ്മളറിയാം ഈ കല എന്ന് പറയുന്നത് പഠിച്ചിട്ട് വീട്ടിൽ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല, അത് പുറത്തെത്തിച്ചാലേ അതിനൊരു വാല്യൂ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ എന്താണെന്നുള്ളത്, ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് കൂടി നമ്മൾ ഇന്ന് അറിയാൻ വേണ്ടി പോവാണ്. കാരണം ഈ കുട്ടിയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ്. അപ്പം